ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ഷൂട്ട് മീൻസ് വീട്ടിൽ കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാശിക്കുട്ടൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ മക്കൾ 3 പേരും കൂടെ ഒരുമിച്ച് പോയിട്ട് ഹെയർ കട്ട് ചെയ്യിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അവരുടെ ഇപ്പോൾ ജന്മമാസം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മാസം കഴിയാണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. കാശിക്കാണെങ്കിൽ മുടി ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത മാസം നമുക്ക് ഒരു റിലേറ്റീവിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് എന്തായാലും ഹെയർ കട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കീത്തുമാണ് മുടി വെട്ടിക്കാൻ പോകുന്നത്. ഈ മുടി വെട്ടണം, കാശിയുടെ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ കാശിക്ക് കുറച്ച് അവരെക്കാളും കുറച്ചും കൂടെ മുടി എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവൾക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോവാണ്. കൊടുങ്ങല്ലൂർ പോയതിന് ശേഷം കാശിയുടെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത് വന്നതിന് ശേഷമുള്ള റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അവൻ ഇരിക്കുമോ ഇരിക്കില്ലേ അതൊന്നും അറിയാൻ വയ്യ. കാശി ആയതുകൊണ്ട് ഫോൺ വെച്ച് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും, ചില പൊട്ടിരിക്കില്ലായിരിക്കും, ഒക്കെ കണ്ടറിയണം. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാശിമോൻ്റെ തലമുടി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പേഴ്സണലി. കാരണം ഒരു നല്ലൊരു ക്യൂട്ട്നെസ്സൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാമാട്ടിക്കുട്ടി അങ്ങനെയൊക്കെ കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് കോമൺ ആയിട്ടുള്ളൊരു സ്റ്റൈലാണല്ലോ. നമ്മുടെ പാറൂസിനാണെങ്കിൽ ഈ സമയത്തൊക്കെ നല്ലോണം ഒരു തൊപ്പി പോലെയായിരുന്നു ഹെയർ ഉണ്ടായിരുന്നത്. പാറുവിനെ വെച്ച് നോക്കുമ്പോൾ കാശിക്ക് നന്നായിട്ട് മുടി കുറവാണ് കേട്ടോ, മുറ്റ് ഭയങ്കര കുറവാണ്. എന്നാലും ഇപ്പോൾ ചെവിയുടെ സൈഡിലൊക്കെ നന്നായിട്ട് മുടി കണ്ട ഒരു ഷേപ്പും ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പാറൂസിനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടിക്കും എന്നല്ലാണ്ട് ബോയ് കട്ട് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ എനിക്കില്ല. അപ്പോൾ ഏട്ടൻ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്താണ് നമ്മൾ പോയത് കേട്ടോ. ഈ അവിടുത്തെ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ സുഖമായിരിക്കുമല്ലോ, അങ്ങനെ ഒരു ഇതിലാണ് പോയത്. കാശിക്ക് കണ്ടോ ബാക്കിലൊക്കെ നന്നായിട്ട് ഹെയർ ഉണ്ട്. എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഏത് മോഡൽ എടുക്കും അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. ഞാനപ്പോൾ അങ്ങനെയിൽ ഗൂഗിളിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പല ഹെയർ സ്റ്റൈൽ വന്നപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ലൈൻസ് ഇടുക അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ചേട്ടൻ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു കാശിക്കുട്ടൻ അലമ്പൊന്നും ഉണ്ടാക്കല്ലേ എന്ന്. കാരണം മുട്ടടിക്കാൻ പോയ സമയത്ത് കാശിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവനത് ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഭയങ്കര വാശിയും ശ്വാസം പോലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നല്ല ഉഷാറായിട്ടാണ് ഇരുന്നത്. പിന്നെ നമ്മുടെ കാശി എന്ന് പറയണത് ഭയങ്കരമായി ഇത്തിരി ഒന്നല്ല, അവന് അതിലേ കൂടെ പോയാൽ ഇക്കിളിയുള്ള ആളാണ്. ഇക്കിളിയുടെ ആശാനാണ് അവൻ എല്ലായിടത്തും ഇക്കിളിയാണ്. അപ്പോൾ അതേ കാശിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് ഇക്കിളിയായിരുന്നു, ഭയങ്കര ഇക്കിളിയായിരുന്നു കേട്ടോ. അവനിങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല. കാശിക്ക് ഭയങ്കര ഇക്കിളിയുള്ള ചെവിയുടെ സൈഡ്, കഴുത്തിൻ്റെ സൈഡ്, അവിടെ മാത്രമല്ല എല്ലായിടത്തും അവൻ ഇക്കിളിയാണ്. അവനിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ മൂഡ് മാറ്റാനായിട്ട് ഞങ്ങൾ ഇക്കിളിയാക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ ഒരു ഇക്കിളി സുഖം കിട്ടിയല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ദിവ്യ ചേച്ചി ഉണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി കൊടുങ്ങല്ലൂരുണ്ടായി. അവിടെ നിന്ന് ചേച്ചീനെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. ചേച്ചി കഴിയുന്നത് വരെ ഈ ഫോണും പിടിച്ചിങ്ങനെ ഇരുന്ന് കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ അവനിങ്ങനെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല മാറ്റുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഹെയർ പോയപ്പോൾ തന്നെ കാശിയുടെ മുഖച്ഛായ തന്നെ മാറി. പിന്നെ നമ്മളിപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല, എന്താ ചെയ്തു. ആദ്യം ഏട്ടൻ പറഞ്ഞത് ചെറിയൊരു ലൈൻ ഇടാം നമുക്ക്, അത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തത്. എനിക്കിഷ്ടമാണ് കേട്ടോ, കീത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. കീത്തു എപ്പോഴും പറയും കാശിയുടെ ഹെയർ കട്ട് ചെയ്യണടി, വരയ്ക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മളെപ്പോഴും പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക കീത്തുവിനായിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ, അതെനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ
നല്ല കുട്ടിയായിട്ട് പിന്നെ കുറേ ഉറക്കവും വരുന്ന പോലെ തോന്നി. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കാശിനെ പിടിച്ചാൽ കിട്ടില്ല. ഞങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് ആകെപ്പാടെ നമ്മുടെ ഫോണിലത്തെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ടായുള്ളൂ. എന്നോട് ഒച്ചെടുക്കണ്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ല കഥ. പിന്നെ വേറൊരു കാര്യം, ഈ കുട്ടികൾക്കൊക്കെ ബോയ്സിനൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അതായത് പാറൊക്കെ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് പോലീസ് കട്ട് മാത്രമേ പറ്റുള്ളൂ. അതായത് അതൊരു നല്ല കറക്റ്റ് ടിപ്പ് ടോപ്പിലായിരിക്കണം. പാറുവിന് പെൺകുട്ടികൾക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹെയർ കട്ട് ചെയ്യാമല്ലോ, ലെയർ അടിക്കുകയോ ബോയ് കട്ട് അടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൽ കുറച്ച് റിസ്ട്രിക്ഷൻസിനൊന്നുമില്ല. 2 ഭാഗത്ത് ബണ്ണിടണമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ മുടിയുള്ളവർക്ക് അത് മുടഞ്ഞു വിടണം. പക്ഷേ ആൺപിള്ളേർക്ക് വേറൊരു മോഡലും പറ്റില്ല. ബോയ് കട്ടല്ല, പോലീസ് കട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോഴൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നോക്കുമ്പോഴാ ചേട്ടൻ ഈ ഒരു പണിയാണ് ചെയ്യണത്. എനിക്കതിന് ചിരിയൊക്കെ വന്നിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ഒന്നാമത്തത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മക്കളെ പാറുണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു ആൺകുട്ടി ഉണ്ടാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അത് ആണുങ്ങളുടെ ഡ്രസ്സൊക്കെ ജീൻസും സാധനമൊക്കെ ഇടിച്ച് നല്ല ടിപ്പ് ടോപ്പിലൊക്കെ ആയിട്ട് കോട്ടൊക്കെ ഇടിച്ചൊക്കെ നടത്താനായിട്ട്, അതുപോലെ ഹെയർ കട്ട് ചെയ്യിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ കുട്ടച്ഛനും സീതമ്മയ്ക്കൊന്നും പാറുവിനെ ബോയ്ക്കട്ടൊന്നും അടിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവളെ തലമുടിയിൽ ഇങ്ങനത്തെ പരീക്ഷണമൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും നമ്മുടെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലു അതിനുണ്ടല്ലോ. അപ്പോൾ അതെ നമ്മുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ബാക്കിൽ നമ്മൾ മുടി വെട്ടിയില്ല, കുറച്ച് ലോങ് ആക്കാം, മുടി വളരുമ്പോൾ അവിടെ ബൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കാശിയുടെ ബാക്കിലത്തെ മുടി ചുരുളമുടി ആയതുകൊണ്ട് അത്രയ്ക്കും അങ്ങോട്ട് സുഖം തോന്നില്ല, ബൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഞങ്ങളൊരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശിയുടെ ചിരി കണ്ടിട്ട്, പണ്ട് കാശിക്ക് ആ മുടിയുടെ ഒക്കെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു, അതൊക്കെ പോയി ഇപ്പോൾ വേറെ ചെക്കനായി. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ കുഞ്ഞോളെയും പാറൂസിനെയും ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞും പാറും ഇവനെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണേ നമുക്ക് നോക്കാട്ടോ. പാറൂസേ ഇവനാര് ബാക്കി കേട്ടിട്ട് പാറു പാറു അതൊന്ന് ചെലങ്ക ഗൈസ്. അപ്പം നമ്മളിത് മേമേനെയും ചാച്ചനെയും അച്ഛമ്മേനെയും ഒക്കെ ഞെട്ടിക്കാൻ പോവാണ്. അവരുടെ റിയാക്ഷൻ എന്താന്ന് റിയാക്ഷൻ നമുക്ക് കണ്ടറിയാം. പാറൂസിന്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പം ഇനി അച്ഛമ്മയുടെയും മേമയുടെ ഒക്കെ റിയാക്ഷൻ എന്താന്ന് കാണാം. പറമ്പുണ്ടരുത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ കേട്ടാ. ഡാൻസ് കളിച്ചു കഴിഞ്ഞ പാറു കാശ് എവിടെ? കാശി നോക്കിയേ ഈശ്വര. കാശിന്റെ മേമ വിളിക്കണേ വാ.
അതൊന്നും വേണ്ട ഡ്രസ്സിലിടോന്ന് വായോ ഡ്രസ്സിലിടുവാ പാലൊരു കോടി അപ്പത്തെ സൈഡ് നോക്കിടി എന്റെ പൊന്നിരുന്നോ നമ്മ സുഖിച്ചിരുന്നിട്ട് ഇക്കിളിയായിട്ട് അവനിങ്ങനെ അങ്ങനെ ഇരുന്നു. കാശിക്കുട്ട അച്ചാച്ചനെ വിളിച്ച് അമ്മൂടി നേരൊക്കെ വെച്ചെടുത്തമ്മ കാശി അതൊന്നുമില്ലാന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു കുഴപ്പമുണ്ടായില്ല വെച്ചാ അവനിങ്ങനെ എൻജോയ് ചെയ്ത് അവനിങ്ങനെ സുഖിച്ചിട്ടേ ഞാൻ പറഞ്ഞത് അമ്മ ഞാൻ പറഞ്ഞത് ആർക്കും ഇഷ്ടായില്ലെങ്കിലും ഇതൊക്കെ ഇഷ്ടമാവും നിനക്ക് നല്ല ഇഷ്ടമാവും എന്തായാലും അയാള് പറഞ്ഞതാ ബാക്കിലും മുടി വെട്ടണ്ട. ഞാൻ ഈ സൈഡ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞടാ മുടി വെട്ടണ്ട അതാ സാധനം ഇങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ മുടി ബാൻഡ് ഇട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല അങ്ങനെ ചുരുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും സാധനം. അതിനു നല്ല ഭംഗി ഉണ്ടാവും. കാശി കണ്ടില്ല ചെമ്മ ഞങ്ങള് വലിയ ചെക്കനായി. അതല്ല അതെന്ത് എങ്ങനെ വെട്ടണം വെട്ടണ എങ്ങനെയല്ലോ കാശി കാശി ഹായ് പാറു എങ്ങനെയുണ്ട് കാശിക്കുട്ട മുടി വെട്ടിയത് ഇഷ്ടായോ? എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളുടെ കാശി മാറി വേറെ ചെക്കനായി നാലാമത്തെ പുരുഷു അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാശിനെ കെട്ടണത്. പാറു അമ്മക്ക് ഇഷ്ടായ? അയ്യോ ചാച്ചൻ വരുന്നുണ്ട ചാച്ചൻ നിഖില് വരുന്നു നിഖില് ചാച്ചൻ ചെല്ലി ചാച്ചൻ എങ്ങനെയുണ്ട് ചാച്ചാ? സൈഡ് സൂപ്പറാണല്ലേ ഞങ്ങളുടെ സൈഡ് വാച്ച് സൈഡ് ഇരുന്നോന്നാ അവൻ ഇത്രയും സുഖിച്ചിരിക്കുന്ന കണ്ടിട്ടില്ല നിങ്ങള്
കാശിക്കുട്ട മുടി വെട്ടിയത് കാണിച്ചു കൊടുത്തേ. എവിടെ മുടി വെട്ടിയത്? എവിടെ മുടി വെട്ടിയത്? അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാശിയുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ കാശിക്കുട്ടൻ പഴയ പോലെ കാശിക്കുട്ടനല്ല, ഒരു കുണുക്കൻ ടച്ചൊക്കെ പോയി കാശിനാഥനായി കാശി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാശിയുടെ ഹെയർ സ്റ്റൈൽ. വീട്ടിൽ അച്ഛൻ അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ പറഞ്ഞാൽ എന്തുവാടി ക്രാവിനെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും നമ്മുടെ കാശിക്കുട്ടൻ്റെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ പറഞ്ഞിട്ട് പോ. ബൈ ബൈ.